സുഹൃത്തെ നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 30, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഏതൊരു മേഖലയിലും കോമ്പറ്റീഷൻസ് ഉണ്ട്. പക്ഷേ ആ കോമ്പറ്റീഷൻസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിലേക്കുള്ള ഒരു കോൺഫിഡൻസ് ലഭിക്കുക. ഓരോ ദിവസത്തെയും അപ്ഡേഷൻസ് പോലെയിരിക്കും നമ്മളുടെ കോൺഫിഡൻസിന്റെ ലെവൽ. പ്രിപ്പറേഷൻസ് എപ്പോഴും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. അതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. Researchers from which college have found a rare species of mantid lacewing insect for the first time in Kerala? ഏത് കോളേജിലെ ഗവേഷകരാണ് കേരളത്തിൽ ആദ്യമായി അപൂർവ ഇനം മാൻഡിഡ് ലേസ്വിംഗ് ഷഡ്പദം കണ്ടെത്തിയത്? ക്രൈസ്റ്റ് കോളേജ്, ഇരിഞ്ഞാലക്കുട. ക്രൈസ്റ്റ് കോളേജിലെ ഷഡ്പദ എൻഡോമോളജി റിസർച്ച് ലാബ് മുളങ്കുന്നത്തുകാവ്, ഇരിഞ്ഞാലക്കുട ഭാഗങ്ങളിൽ നിന്ന് മാൻഡിഡ് ലേസ്വിംഗ് എന്ന അപൂർവ ഇനം ഷഡ്പദം കണ്ടെത്തിയിട്ടുള്ളത്. ഈ ചെറിയ പ്രാണി ന്യൂറോപെറ്റിയിലെ മാൻഡിന്റെ കുടുംബത്തിൽ പെടുന്നു. Which state has become the seventh state to move resolution opposing the 3 continuous farm laws of the central government? കേന്ദ്ര സർക്കാരിന്റെ വിവാദപരമായ 3 കർഷക നിയമങ്ങളെ എതിർക്കുന്ന പ്രമേയം അവതരിപ്പിച്ച 7ാമത്തെ സംസ്ഥാനമായി മാറിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. 2021 ഓഗസ്റ്റ് 28 തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിൻ കേന്ദ്ര സർക്കാരിന്റെ വിവാദപരമായ 3 കർഷക നിയമങ്ങളെ എതിർക്കുന്ന പ്രമേയം പാസാക്കി. ഇതോടെ തമിഴ്നാട് 7ാമത്തെ സംസ്ഥാനമാണ് ഈ 3 കർഷക നിയമങ്ങളെ എതിർക്കുന്ന സംസ്ഥാനം. ആദ്യമായിട്ട് ഈ കർഷക നിയമങ്ങളെ എതിർത്ത് പ്രമേയം പാസാക്കിയത് പഞ്ചാബ്, തൊട്ടുപിറകെ രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഡൽഹി, കേരള, വെസ്റ്റ് ബംഗാൾ. കേരളം 5ാമത്തെ സംസ്ഥാനമായിരുന്നു ഈ പ്രമേയം പാസാക്കുന്നത്. Who will be taking the first step to becoming the first woman Chief Justice of India when sworn in as an Supreme Court judge on 31st August 2021? 2021 ഓഗസ്റ്റ് 31 സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് വുമൻ ചീഫ് ജസ്റ്റിസ് ആകാനുള്ള ആദ്യ നടപടി ആരാണ് സ്വീകരിക്കുക? ജസ്റ്റിസ് BV നഗർത്തന. 2021 ഓഗസ്റ്റ് 31 സുപ്രീം കോടതി ജഡ്ജിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. 2027 സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 29 വരെ 36 ദിവസത്തേക്ക് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വുമൻ ചീഫ് ജസ്റ്റിസ് എന്ന പദവി ലഭിക്കുകയും ഏറ്റവും കുറച്ച് ദിവസങ്ങൾ ചുമതല വഹിക്കുന്ന ചീഫ് ജസ്റ്റിസുമാരിൽ 3ാമത്തെ വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും. ഇതിനു മുമ്പ് ജസ്റ്റിസ് കമൽ നാരായൺ സിംഗ് 18 ദിവസമാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് ചുമതല ഏറ്റെടുത്തത്. ആദ്യത്തെ പ്രാവശ്യം ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡ് ആയിട്ട് ചുമതല ഏറ്റെടുത്ത ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് JC ഷാ. Name of the boy who became the Microsoft Office specialist at the age of 6. 6ാം വയസ്സിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്പെഷ്യലിസ്റ്റ് ആയ ആൺകുട്ടിയുടെ പേര്? രാജ അനിരുദ്ധ് ശ്രീറാം. തിരുപ്പതിയിലെ എഡിഫി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 6 വയസ്സുള്ള രാജ അനിരുദ്ധ് ശ്രീറാം മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്പെഷ്യലിസ്റ്റ് എന്ന പരീക്ഷ എഴുതി ഏറ്റവും പ്രായം കുറഞ്ഞ എന്ന റെക്കോർഡ് നേടിക്കൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ചു. ഇതിനു മുമ്പ് 2019 160 സെക്കൻഡ് കൊണ്ട് 100 കാറുകൾ തിരിച്ചറിഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ 4 വയസ്സുള്ള കുട്ടി എന്ന റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ച കുട്ടിയാണ് രാജ അനിരുദ്ധ് ശ്രീറാം. Who created history by winning India's first silver medal in women's singles class for table tennis? വനിതാ സിംഗിൾസ് ക്ലാസ് ഫോർ ടേബിൾ ടെന്നീസിൽ ഇന്ത്യയുടെ ആദ്യ വെള്ളി മെഡൽ നേടി ചരിത്രം സൃഷ്ടിച്ചത് ആരാണ്? ഭാവിന പട്ടേൽ. 2021 ഓഗസ്റ്റ് 29
ഭാവന ബെൻ പട്ടേൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ മെഡൽ കരസ്ഥമാക്കി. ഇത് വനിതാ സിംഗിൾസ് ക്ലാസ് 4 ടേബിൾ ടെന്നീസിൽ വെള്ളി മെഡൽ നേടിക്കൊണ്ടാണ്. Who won the silver medal in the T47 high jump event creates Asian record? ഏഷ്യൻ റെക്കോർഡ് സൃഷ്ടിച്ച T47 ഹൈ ജംപ് ഇനത്തിൽ വെള്ളി മെഡൽ നേടിയതാരെ? നിഷാദ് കുമാർ. ടോക്കിയോ പാരാലിമ്പിക്സിൽ T47 കാറ്റഗറിയിൽ ഏഷ്യൻ റെക്കോർഡ് സൃഷ്ടിച്ച് T47 ഹൈ ജമ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ കായിക താരമാണ് നിഷാദ് കുമാർ. ഇദ്ദേഹം 2.06 മീറ്റർ ചാടി ഹൈ ജമ്പിൽ ഏഷ്യൻ റെക്കോർഡ് ഇട്ടു. ഇത് ഇന്ത്യയുടെ രണ്ടാമത്തെ മെഡൽ ആണ്. Who won the bronze medal in men's discus throw at Paralympics Games in Tokyo? ടോക്കിയോയിൽ നടന്ന പാരാലിമ്പിക്സ് ഗെയിംസിൽ പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോയിൽ വെങ്കല മെഡൽ നേടിയതാരെ? വിനോദ് കുമാർ. 2021 ഓഗസ്റ്റ് 29 ഇന്ത്യയുടെ വിനോദ് കുമാർ ഇന്ത്യക്ക് വേണ്ടി പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോയിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കി. 19.91 മീറ്റർ എറിഞ്ഞുകൊണ്ട് ഏഷ്യൻ റെക്കോർഡ് ഇട്ട വിനോദ് കുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കിയപ്പോൾ പോളണ്ടിന്റെ പിയോട്ടർ കോസ്വിക് 20.02 മീറ്റർ എറിഞ്ഞുകൊണ്ട് സ്വർണം കരസ്ഥമാക്കി. ക്രൊയേഷ്യയുടെ വെലിമിർ സാന്റോർ ആണ് 19.98 മീറ്റർ എറിഞ്ഞുകൊണ്ട് വെള്ളി മെഡൽ കരസ്ഥമാക്കുന്നത്. വിനോദ് കുമാർ F52 ക്ലാസിഫിക്കേഷനിലെ കായിക താരമാണ്. പേശികളുടെ ബലക്കുറവ് അല്ലെങ്കിൽ നിയന്ത്രിത ചലനപരിധി, അവയവങ്ങളുടെ കുറവ് അല്ലെങ്കിൽ കാലിന്റെ നീളം, വ്യത്യാസം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസിഫിക്കേഷൻസ്. ഇന്ന് ഓഗസ്റ്റ് 30 നാഷണൽ സ്മോൾ ഇൻഡസ്ട്രി ഡേ ആയിട്ട് ആചരിക്കുന്നു. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.